ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഗോവയിൽ നമ്മളെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ബാഗ ബീച്ചിലേക്ക് പോവാന്ന്. നമ്മളെ റിസോർട്ടിൽ നിന്ന് ബാഗ ബീച്ചിലേക്ക് അറൗണ്ട് 1 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോവാണ് ബാഗ ബീച്ചിലേക്ക്. ബാഗ ബീച്ച് അടിപൊളിയായിരുന്നു കാണാൻ. നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമായി. ഗോവയിൽ വന്നിട്ട് നമ്മൾ കുറേ ബീച്ചിലേക്ക് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടമായത് ബാഗ ബീച്ചാണ്. പക്ഷെ അതിന് വേറൊരു റീസൺ കൂടെ ഉണ്ട്. നമ്മൾ ഡേ ടൈമിലായിരുന്നു ഈ ബീച്ചുകളെല്ലാം കാണാൻ പോയേ. ആ വെയിലത്ത് നടക്കുമ്പോൾ അത്രക്കങ്ങോട്ട് ഭംഗി ആസ്വദിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇത് നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ റിസോർട്ടിലെത്തി റിലാക്സ് ആയിട്ടാണ് ഈ ബീച്ചിലേക്ക് വന്നത്. എങ്ങനെയുണ്ട് ബാഗ ബീച്ച്? അടിപൊളിയായിട്ടുണ്ട്. നല്ല ഉണ്ട് ഗൈസ് ബാഗ ബീച്ചിലെ നൈറ്റ് വൈബ്. ഇപ്പം നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 1 മണി ആവാനായി. കോൾവ ബീച്ച് ഗോവയിലെ നമ്മളെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് ടയേർഡാണ്. എല്ലാവരെയും നടത്തുന്നത് തന്നെ നമുക്കത് കാണാൻ കഴിയും. കോൾവ ബീച്ചിലെ നൈറ്റ് വ്യൂ എല്ലാം കണ്ട് കുറേ സംസാരിച്ച് 2-3 റീലെല്ലാം എടുത്ത് നമ്മളിങ്ങനെ നടന്ന്. ഇപ്പം സമയം 11:30 ആയി. നമുക്ക് 12 മണിക്കാണ് ട്രെയിന്. പക്ഷേ ട്രെയിൻ ഡിലേ ആണ്. ഒരു 12:30 ആവും നമ്മളെ ട്രെയിൻ വരാൻ. നമ്മളൊരു ചായ കുടിക്കാൻ വന്നതാണ്. കോഫി. അങ്ങനെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. എല്ലാവരും ഭയങ്കര ടയേർഡായി. എനിക്കാണെങ്കിൽ ചെറിയ ത്രോട്ട് പെയിൻ എല്ലാം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. ഇനി എല്ലാവരും വയനാട്ടിലേക്ക് പോവും, നമ്മൾ മാത്രം പാലക്കാട്ടിലേക്ക്. എല്ലാവർക്കും ഭയങ്കര വിശപ്പായതുകൊണ്ട് തന്നെ നമ്മൾ നേരെ റഹ്മത്തിലേക്ക് വിട്ട് അവിടെ നിന്ന് ഓരോ ബിരിയാണി എല്ലാം കഴിച്ചിട്ട് യാത്ര പറയാമെന്ന് വിചാരിച്ച്. കട്ടാൻ നേരം എന്ത് സുഖമായിരുന്നു. വെറുതെ ഇങ്ങനെ ഇരുന്നോടുത്താൽ മതി. അഴിക്കാനാണ് പണി.